ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ചർച്ച ലോക്സഭയിൽ പുരോഗമിക്കുന്നു. മറുപടി പ്രസംഗത്തിൽ ഭരണഘടനാ ശില്പികളെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഴിഞ്ഞം തുറമുഖത്തിനുള്ള വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് തിരിച്ചടയ്ക്കണമെന്ന ധനമന്ത്രാലയത്തിന്റെ തീരുമാനത്തിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലൈഫ് ഭവന പദ്ധതി പട്ടികയിലെ മുഴുവൻ പേർക്കും വീട് നൽകുക എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി എം.പി. രാജേഷ്. പാലക്കാട് 4 വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ പനയമ്പാടത്തെ അപകട സ്ഥലം ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ സന്ദർശിച്ചു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ റൌണ്ട് പോരാട്ടങ്ങൾക്ക് ഹൈദരാബാദിൽ തുടക്കം. കേരളത്തിന്റെ ആദ്യ മത്സരം നാളെ ഗോവയ്ക്കെതിരെ. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ചർച്ച ലോക്സഭയിൽ പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ചർച്ചയ്ക്ക് മറുപടി നൽകുകയാണ്. മറുപടി പ്രസംഗത്തിൽ ഭരണഘടനാ ശില്പികളെ പ്രധാനമന്ത്രി അനുസ്മരിച്ചു. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, ബിജെപി എംപിമാരായ അനുരാഗ് സിംഗ് ഠാക്കൂർ, തേജസ്വി സൂര്യ, ഡിഎംകെയുടെ എ രാജ, കോൺഗ്രസിൽ നിന്നുള്ള കൊടിക്കുന്നിൽ സുരേഷ്, മറ്റ് വിവിധ പാർട്ടികളുടെ നേതാക്കൾ തുടങ്ങിയ നിരവധി പേർ ഇന്ന് ചർച്ചയിൽ പങ്കെടുത്തു. രാജ്യസഭയിൽ തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ച നടക്കും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനുള്ള വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് തിരിച്ചടയ്ക്കണമെന്ന ധനമന്ത്രാലയത്തിന്റെ തീരുമാനത്തിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. VGF ആയി വിഴിഞ്ഞത്തിന് നൽകേണ്ട 817.80 കോടി രൂപ ലഭിക്കണമെങ്കിൽ കേരളം നെറ്റ് പ്രസന്റ് മൂല്യം അടിസ്ഥാനമാക്കി തിരിച്ചടയ്ക്കണമെന്ന നിബന്ധനയാണ് കേന്ദ്രം മുന്നോട്ടുവച്ചത്. മാനദണ്ഡമനുസരിച്ച് VGF വായ്പയായി പരിഗണിക്കേണ്ടതല്ലെന്ന് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. തൂത്തുക്കുടി തുറമുഖത്തിന് VGF അനുവദിച്ചപ്പോൾ സമാനമായ നിബന്ധനകൾ ഉൾപ്പെടുത്തിയിരുന്നില്ലെന്നും അതേ പരിഗണന വിഴിഞ്ഞവും അർഹിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച എറണാകുളം മാർക്കറ്റ് സമുച്ചയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കൊച്ചിയിൽ അടിസ്ഥാന സൌകര്യ വികസനം ദ്രുതഗതിയിലാക്കുന്നത് ലക്ഷ്യമിട്ടാണ് സ്മാർട്ട് സിറ്റി പദ്ധതി പ്രവൃത്തികൾ പുരോഗമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കൊച്ചി നഗരത്തിൽ നടപ്പിലാക്കുന്ന സ്മാർട്ട് സിറ്റി പദ്ധതി പ്രധാനമായും അടിസ്ഥാന സൗകര്യ വികസനം ദ്രുതഗതിയിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 40 പദ്ധതികൾ ഇതിനകം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 44 പദ്ധതികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. നഗരത്തിലെയും പശ്ചിമ കൊച്ചിയിലെയും റോഡുകൾ ഉന്നത നിലവാരമുള്ളവയായി മാറുകയാണ്. നടപ്പാതകൾ, സൈക്ലിംഗ് ലൈനുകൾ ഇവയെല്ലാം ഇതിന്റെ ഭാഗമായി ഉണ്ടാകുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. മാർക്കറ്റിനോട് ചേർന്നുള്ള മൾട്ടി ലെവൽ കാർ പാർക്കിംഗിന്റെ നിർമ്മാണോദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. 72 കോടി രൂപ ചെലവിലാണ് പദ്ധതി പൂർത്തിയായത്. മന്ത്രിമാരായ എം.പി. രാജേഷ്, പി. രാജീവ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ലൈഫ് ഭവന പദ്ധതി പട്ടികയിലെ മുഴുവൻ പേർക്കും വീട് നൽകുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി എം.പി. രാജേഷ്. എറണാകുളം ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് വീടുകളുടെ താക്കോൽ കൈമാറ്റം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭവന നിർമ്മാണത്തിന് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന തുക നൽകുന്നത് കേരളമാണ്. ലൈഫ് പദ്ധതിയിൽ അതിദരിദ്രർക്ക് മുൻഗണന നൽകാൻ തദ്ദേശ സ്ഥാപനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. പാലക്കാട് 4 വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ പനയമ്പാടത്തെ അപകട സ്ഥലം ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ സന്ദർശിച്ചു. റോഡിന് അടിയന്തരമായ നവീകരണം ആവശ്യമുണ്ടെന്നും ഇത് സംബന്ധിച്ച് ദേശീയപാത അതോറിറ്റിയെ സമീപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അവർ പണം അനുവദിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഒരാശങ്കയും നിങ്ങൾക്ക് വേണ്ട. സംസ്ഥാന സർക്കാരിൻ്റെ റോഡ് സേഫ്റ്റി അതോറിറ്റി ഫണ്ടിൽ നിന്നും ഈ പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ ആവശ്യമായ പണം അനുവദിച്ചു തരും. ഇതിനെക്കുറിച്ച് ഇനി യാതൊരു വിവാദത്തിനും വഴിയില്ല. ഹൈവേ ആണ് ചെയ്യേണ്ടത്. ഹൈവേ അതിനൊരു മാറ്റമില്ല. ഹൈവേയുടെ ശ്രദ്ധയിൽ ഇന്ന് തന്നെ ശ്രീ കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ, കൃഷ്ണൻകുട്ടി സാർ അദ്ദേഹം കളക്ടറേറ്റിൽ ഒരു യോഗം ചേർന്നു. അതിൽ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ എന്നുള്ള നിലയിൽ ഞാൻ അവരോട് ആവശ്യപ്പെടും. ഹൈവേ അതോറിറ്റിയിൽ നിന്നും ഇതിനാവശ്യമായ പണം ലഭിക്കാത്ത സാഹചര്യമുണ്ടായാൽ റോഡ് സുരക്ഷാ അതോറിറ്റി നവീകരണം നടത്തുമെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. വർദ്ധിച്ചുവരുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ ഫലപ്രദമായി തടയുന്നതിന് പുതുതായി പോലീസ് സേനയിൽ ചേരുന്നവർക്ക് കഴിയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂരിൽ പരിശീലനം പൂർത്തിയാക്കിയ 31 എ ബാച്ച് സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിലെ തെറ്റുകൾ സേനയിലും പ്രതിഫലിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാമെന്നും അത്തരക്കാരോട് കർശന നിലപാടെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
ഇടുക്കി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ജില്ലാ കളക്ടറും നഴ്സിംഗ് കോളേജ് അധികൃതരും ഉൾപ്പെട്ട പ്രത്യേക യോഗം ചേർന്നതായി അദ്ദേഹം പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ വാഹന സൌകര്യം ഒരുക്കാൻ പുതിയ വാഹനം അനുവദിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. വയനാട് ദുരിതാശ്വാസത്തിനായി പ്രതിപക്ഷവും സർക്കാരും ശക്തമായി ആവശ്യപ്പെട്ടിട്ടും കേന്ദ്രം ധനസഹായം നൽകിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ദുരന്ത നിവാരണം കേന്ദ്രത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണെന്നും ശ്രീ സതീശൻ പറഞ്ഞു. അതിനിടെ രക്ഷാദൌത്യത്തിന് വ്യോമസേന പണം ചോദിച്ചെന്ന പ്രചാരണം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണെന്ന് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ പറഞ്ഞു. വ്യോമസേനയുടെ ബില്ല് നടപടിക്രമം മാത്രമാണെന്നും അദ്ദേഹം കോട്ടയത്ത് വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് നടക്കുന്ന 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 3ാം ദിനമായ നാളെ പ്രദർശിപ്പിക്കുന്നത് 67ഓളം ചിത്രങ്ങൾ. മേള 2 ദിവസം പിന്നിട്ടപ്പോൾ സിനിമാ പ്രേമികളുടെ ആവേശകരമായ പങ്കാളിത്തമാണ് ഉണ്ടാകുന്നത്. മേളയുടെ ഭാഗമായി ലോക പ്രശസ്തരായ 50 ചലച്ചിത്ര ആചാര്യന്മാർക്ക് ആദരമർപ്പിച്ചുള്ള പ്രദർശനത്തിനും ഇന്ന് തുടക്കമായി. ഓരോ വർഷം കഴിയുന്തോറും സിനിമാ പ്രേക്ഷകരുടെ പങ്കാളിത്തം കൊണ്ട് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേള വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് നടൻ സന്തോഷ് കീഴാറ്റൂർ. തന്റെ ചലച്ചിത്ര ആസ്വാദനത്തെ നവീകരിച്ചത് IFFK ആണെന്നും ചലച്ചിത്ര അക്കാദമി ഭരണസമിതി അംഗം കൂടിയായ അദ്ദേഹം ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. എന്റെ ചലച്ചിത്ര ആസ്വാദന ബോധത്തെ നവീകരിച്ചത് IFFK ആണ്. തീർച്ചയായിട്ടും IFFKയിൽ വന്ന് നമ്മൾ സിനിമ കാണുമ്പോൾ ഒരു വർഷത്തെ സിനിമയെക്കുറിച്ചുള്ള ഒരു ഊർജ്ജം സംഭരിക്കുന്ന പലപ്പോഴും ഈ IFFK ആണ്. ഓരോ വർഷം കഴിയുന്തോറും സിനിമാ പ്രേക്ഷകരുടെ പങ്കാളിത്തം കൊണ്ട് ഈ മേള അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മനുഷ്യരും ഒത്തുകൂടുന്ന മനുഷ്യ സ്നേഹത്തിന്റെ ഒരു കടൽ തീർക്കുന്ന ഒരു ഏറ്റവും വലിയ സാംസ്കാരികോത്സവമാണ് ഈ IFFK 2024. IFFKയുടെ ഭാഗമായി ടാഗോർ തിയേറ്ററിൽ രക്തദാന പരിപാടി സംഘടിപ്പിച്ചു. സിനി ബ്ലഡ് എന്ന പേരിൽ നടന്ന പരിപാടി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. വേലിയേറ്റത്തെ തുടർന്ന് ആലപ്പുഴ ചമ്പക്കുളത്ത് പാടശേഖരത്തിൽ മട വീണു. 35 ദിവസം പ്രായമായ നെൽച്ചെടികൾ നശിച്ചു. ചമ്പക്കുളം കൃഷിഭവൻ പരിധിയിലെ 440 ഏക്കറുള്ള പാടത്തിന്റെ ബണ്ട് തകർന്നാണ് കൃഷി നശിച്ചത്. ഹൈദരാബാദിൽ നടക്കുന്ന 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ റൌണ്ട് പോരാട്ടത്തിന്റെ ആദ്യ മത്സരത്തിൽ മണിപ്പൂർ നിലവിലെ ചാമ്പ്യന്മാരായ സർവീസസിനെ 1-0 തോൽപ്പിച്ചു. നാളെ രാവിലെ ഗോവയ്ക്കെതിരെയാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. ബംഗളൂരു FC ഗോവ മത്സരം ഇപ്പോൾ ബംഗളൂരുവിൽ പുരോഗമിക്കുന്നു. 6ാമത് നാഷണൽ ഡിസേബിൾഡ് ഇൻഡോർ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് കോഴിക്കോട് ആരംഭിച്ചു. ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം തോട്ടത്തിൽ രവീന്ദ്രൻ MLA നിർവഹിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 10 ടീമുകൾ പങ്കെടുക്കും. കേരളത്തിൽ നിന്ന് 2 ടീമുകൾ മത്സരത്തിനുണ്ട്. ദേശീയ ഊർജ്ജ സംരക്ഷണ പുരസ്കാരത്തിന്റെ സംസ്ഥാനങ്ങളുടെ ഊർജ്ജ കാര്യക്ഷമത വിഭാഗത്തിൽ കേരളം 2ാം സ്ഥാനം കരസ്ഥമാക്കിയത് അഭിമാനകരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഊർജ്ജ കാര്യക്ഷമത ഉറപ്പുവരുത്തുന്നതിനായി സർക്കാർ നടപ്പാക്കി വരുന്ന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണിതെന്നും മുഖ്യമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ചർച്ച ലോക്സഭയിൽ പുരോഗമിക്കുന്നു. മറുപടി പ്രസംഗത്തിൽ ഭരണഘടനാ ശില്പികളെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഴിഞ്ഞം തുറമുഖത്തിനുള്ള വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് തിരിച്ചടയ്ക്കണമെന്ന ധനമന്ത്രാലയത്തിന്റെ തീരുമാനത്തിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലൈഫ് ഭവന പദ്ധതി പട്ടികയിലെ മുഴുവൻ പേർക്കും വീട് നൽകുക എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി MB രാജേഷ്. പാലക്കാട് 4 വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ പനയമ്പാടത്തെ അപകട സ്ഥലം ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ സന്ദർശിച്ചു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ റൌണ്ട് പോരാട്ടങ്ങൾക്ക് ഹൈദരാബാദിൽ തുടക്കം. കേരളത്തിന്റെ ആദ്യ മത്സരം നാളെ ഗോവയ്ക്കെതിരെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.